ഹലോ ഗായ്സ്, അപ്പോ നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താ ടോപ്പിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തൊണ്ട വയ്യായിരുന്നു. ഇപ്പോഴും എനിക്കത് ശരിയായിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ബട്ട് ചെറിയ രീതിക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ചെറിയ രീതിക്ക് തൊണ്ട ഇഷ്യൂ വരുമായിരുന്നു. അപ്പം സൗണ്ട് ഒന്നുമില്ല. സോ അതുകൊണ്ടായിരുന്നു ചെയ്യാതിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കിട്ടിയൊരു കമന്റ് ആണ്, അത്യാവശ്യം വലിയൊരു കമന്റ് ആണ്. അപ്പൊ ഞാൻ അത് കുഞ്ഞാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ പറയാം. സോ ഫസ്റ്റ് ചോദിച്ചത് ലൈക്ക് നമ്മൾ ഈ സെൽഫ് സ്റ്റിമുലേഷൻ നമുക്ക് മെൻസ്ട്രുറേഷന്റെ സമയത്ത് ചെയ്യാമോ എന്നായിരുന്നു. ചെയ്യാം, യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, ചെയ്യാം. ബട്ട് എന്താണ് പിന്നെ ഞാൻ പറയാണ്, ഹൈജീൻ എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ്. സോ ആ ഒരു ഇത് വെച്ച് നോക്കിയിട്ട് ചെയ്യാം, യാതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ ചോദിച്ചത് ലൈക്ക് സലീവ യൂസ് ചെയ്യാമോ എന്നാണ്. സലീവ നമ്മുടെ ഒരു നാച്ചുറൽ ലൂബ്രിക്കൻ്റ് ആണ്, നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചോദിച്ചത് ഇത് നമുക്ക് ലൈക്ക് കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുമോ എന്ന്, അത് സ്റ്റഡീസിൽ കാര്യങ്ങൾക്കെല്ലാം എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. സോ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെൽഫ് സ്റ്റിമുലേഷൻ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഹെൽത്തി സ്റ്റിമുലേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ ഒരു ഡേ ഫുൾ അത് ഒരു എന്താ പറയാ ആക്റ്റീവായിട്ട് നിൽക്കാൻ സഹായിക്കും, നിങ്ങളുടെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നത്. ബട്ട് എക്സസീവ് ആയിട്ടാണെങ്കിൽ ലൈക്ക് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കോൺസെൻട്രേഷൻ, ഫോക്കസ്, പഠിത്തത്തിൽ മാത്രമല്ല വർക്കിനാണെങ്കിലും ആ ഒരു കോൺസെൻട്രേഷനൊക്കെ അത് കളയാൻ സാധ്യതയുണ്ട്. ആൻഡ് എന്താ പറയാ പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. പിന്നെ ഫ്രീക്വൻസി അങ്ങനത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഫ്രീക്വൻസി കാര്യങ്ങൾ ഒന്നുമില്ല. ലൈക്ക് സ്റ്റഡീസ് ഒരു ഫ്രീക്വൻസി കാര്യമൊന്നും പറയുന്നില്ല. ബട്ട് ഇപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനെയും, ഫസ്റ്റ് ഗേൾസിനും പറയാം. ഇല്ല അങ്ങനെയല്ല, ലൈക്ക് രണ്ടുപേർക്കാണെങ്കിലും ഒരു ട്വൈസ് എ വീക്ക് ഒക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ്. ഒരുപാട് എന്താണ് ഫ്രീക്വന്റ് ആവാതിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഭയങ്കര ഒരു സ്റ്റഡീസിനെയും അല്ലെങ്കിൽ വർക്കിനെയൊക്കെ നമുക്കൊരു അത് മാത്രമേ ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടില്ല, ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവും, നമ്മളെ ടയേർഡായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു പണി എടുക്കുമ്പോൾ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ടയേർഡാണ്, ഒന്നും ചെയ്യാനുള്ള പ്രോപ്പർ എനർജി ഇല്ല. സോ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും. സോ എന്താണ് ഈ ഒരു മെത്തഡ്, അത് വൺസ് വീക്ക് അല്ലെങ്കിൽ ട്വൈസ് വീക്ക് ഒക്കെ ഒന്ന് ആയിട്ട് കുറയ്ക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. മേ ബി ഈ ഒരു വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഇതായി നമ്മൾ നോർമൽ ഫ്രീക്വൻസിയിലോട്ട് മാറിയാൽ മതി. സോ ഇത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല, ബട്ട് എന്താണ് ഒരുപാട് ആൾക്കാർ നോർമൽ എന്ന് വിചാരിക്കുന്ന ഒരു ഫ്രീക്വൻസിയാണിത്, വൺസ് ഓർ ട്വൈസ് വീക്ക് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് PMS റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുമെന്ന്. PMS എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇത് PMS റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, നമ്മളുടെ ലൈക്ക് പീരീഡ്സിന്റെ സമയത്ത് ഉള്ള ആ ഒരു ക്രാംസും മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് സഹായിക്കും. സോ PMS തീർച്ചയായിട്ടും PMSനുള്ള ഉറപ്പായിട്ടും ഇത് സഹായിക്കും. ആൻഡ് ഈ ഒരു കാര്യം ലൈക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈക്ക് ബോഡി ടു ബോഡിയാണ്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ഒരു പീരീഡ്സ് അല്ല അടുത്ത മാസം വരുന്ന പീരീഡ്സ്. ആൻഡ് എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഹെൽത്ത് കണ്ടീഷനും ലൈക്ക് ഹോർമോൺസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നതൊക്കെ. സോ അതിനെ ബേസ് ചെയ്തിരിക്കും എല്ലാ കാര്യം. സോ PMSലാണെങ്കിലും പീരീഡ്സിന്റെ ക്രാംസ് റെഡ്യൂസ് ചെയ്യാനും മൂഡ് സ്വിങ്സ് ഒക്കെ ഇതാക്കാനൊക്കെ തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആണ്, ലൈക്ക് സെൽഫ് സ്റ്റിമുലേഷൻ. സോ ലൈക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ലൈക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് അത് ഓവർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. എക്സസീവ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ അഡ്വാൻറ്റേജസ് ഒക്കെ മാറി നേരെ ഡിസ്അഡ്വാൻറ്റേജിലോട്ട് അത് മാറും. പിന്നെ പറയാനുള്ളത് ഹൈജീൻ. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനകത്തും പറയാനുള്ളത് ഹൈജീനാണ്. ഹൈജീൻ ഇല്ലെങ്കിൽ ലൈക്ക് മെൻസ്ട്രുവേഷന്റെ സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും പ്രോപ്പറായിട്ട് ഹൈജീൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് പിന്നെയും ഇൻഫെക്ഷനും അവിടെ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു കാര്യം കൊണ്ട് മൈൻഡിൽ വെക്കുക. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും ഒരു കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനിയും എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ
ഏതെങ്കിലും വീഡിയോ എടുത്താലൊന്ന് കമന്റ് ചെയ്താൽ മതി, കാരണം എല്ലാത്തിൻ്റെയും കമന്റ്സും നോട്ടിഫിക്കേഷനും എല്ലാം ഞാൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇത് സ്റ്റഡീസിനോ അല്ലെങ്കിൽ വർക്കിനോ എഫക്റ്റീവ് ഒന്നും കാര്യങ്ങൾ ടെൻഷനൊന്നും വേണ്ട. പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. ലൈക്ക് ആ ഒരു കാര്യം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എൻ്റെ ഏത് വീഡിയോയുടെ താഴെ വേണമെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എന്നാലും ഡൗട്ട് തോന്നി, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തപ്പി പിടിച്ച് പോവാങ്ങയൊന്നും വേണ്ട. എൻ്റെ ഏതെങ്കിലും ഷോർട്സിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിലോ എവിടെയെങ്കിലും പോയിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. റിപ്ലൈ ആയിട്ട് വേണോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ബൈ.